ഷിബേ മോളെ വിളിച്ചേ കൊടുക്കു മോളെ. ചേട്ടാ സോറി ചേട്ടാ, എൻ്റെ കൺസെപ്റ്റ് ഇതൊന്നുമല്ല. വീട്ടുകാരെ പേടിച്ചിട്ടാണ് ഈ വേഷം കെട്ടൊക്കെ വെക്കുന്നത്. സാറിലോ ഞാൻ ഹാൻഡിൽ ചെയ്തോളാം, എനിക്ക് തന്നെ ഇഷ്ടമായില്ലെന്ന് പറഞ്ഞോളാം. അയ്യോ ചേട്ടാ അങ്ങനെയൊന്നും പറയല്ലേ, ഇവർ വേറെ ഏതെങ്കിലും കോതനെ കൊണ്ടുവന്ന് അങ്ങനെയല്ല. ചേട്ടൻ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. എന്ത് ഹെൽപ്പ്? അതില്ലേ എനിക്കൊരു ഇഷ്ടമുണ്ട്, ചേട്ടൻ ഒന്ന് ഒളിച്ചോടെ ഹെൽപ്പ് ചെയ്യും. ആണോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. പ്ലീസ് ചേട്ടാ അങ്ങനെയൊന്നും പറയില്ല, പ്ലീസ് 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 ചേട്ടാ. എങ്ങോട്ടെങ്കിലും കുറച്ചാൾ മാറിയില്ല, ഇവരെന്നെ വിളിച്ച് കേൾപ്പിക്കോട്. പ്ലീസ് ചേട്ടാ, അധികം ഒന്നും വേണ്ട, ഒരു 3-4 ദിവസം നല്ല സെറ്റപ്പ് ചേട്ടൻ ഉണ്ടാക്കി തന്നെ. പ്ലീസ് പ്ലീസ് പ്ലീസ്. എവിടെയാടാ അവള്? മിണ്ടല്ലടാ. നീ മിണ്ടരുത്. പെണ്ണ് കണ്ടുകൊണ്ടിനെ ഒളിച്ചോടാൻ സാധിക്കുന്ന ലോകത്തെ മണ്ടൻ നീയാണ്. ഇതിന് കൂട്ടുവയ്ക്കാൻ വേറെ മണ്ടൻ. അപ്പൊ നീയാടാ? അവളുണ്ട്. ഫ്ലോറസന്റ് മഞ്ഞ ചുമന്ന മുടി. നാട്ടുകാരറിയോ ഒളിച്ചോടം തന്നെയല്ല വന്നത്. അവക്കൊരു ഏണി വെച്ചു കൊടുക്കണമെന്നാ നീ? അവളെ എണിയാണ്. നീ പണി നീ ചാട്, ഞാൻ പിടിച്ചോളാം. പിടിക്കോ? ആ ചാട്. എന്താ താഴെ വെക്ക്, പിന്നെ താഴെ വെക്ക്. അല്ല നിന്റെ പോടാൻ വന്നവനോട് അവനാ ജംഗ്ഷനിലുണ്ട്. എന്നാ സ്റ്റാർട്ടാവണെന്നേ. എടാ നീ ടെൻഷൻ അടിക്കാൻ നോക്കണം, ശരിയാവും. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? നമ്മളൊന്നും ചേസ് ചെയ്യണമെന്നില്ലല്ലോ, അപ്പൊ അതൊക്കെ പോയാൽ മതി. നിനക്ക് തിരിഞ്ഞിട്ടുണ്ടാവില്ല, ഇത് ഞങ്ങളുടെ ഇത് ആദ്യമായിട്ടാണേ. അതെ ധൃതി വേണം, സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ? സ്റ്റാർട്ടായി. റിസോർട്ട് എത്തി. ഞാനെന്ത് ചെയ്യാനാ, എണീപ്പിക്ക്. ഞാൻ എൻ്റെ വാക്ക് വലിച്ച് ഹൈ റേഞ്ചിൽ നല്ല പ്രീമിയം സെറ്റപ്പിലുള്ള റിസോർട്ട്. ഇതിന് നല്ല റിസോർട്ട് നിങ്ങൾക്ക് കേരളത്തിൽ കിട്ടാനില്ല. ഹണിമൂണിനൊക്കെ പറ്റിയ സ്ഥലമാണ്, പൂളൊക്കെ ഉണ്ട്. ഇതിനും വലിയ എന്താ ഡ്രസ്സാ വേണ്ടത്? 30 ഏക്കറുള്ള ഫാം സ്റ്റേ ആണ്. വാട്ടർഫോള്, പിന്നെ ട്രക്കിംഗ്. എന്തെങ്കിലും ഏരിയൊക്കെ ഉണ്ട്, ഓപ്പൺ തിയേറ്റർ ഒക്കെ ഉണ്ട്. നൈറ്റ് അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് ആകാശമൊക്കെ നോക്കി ആസ്ട്രോണമിയൊക്കെ വെറുതെ മാനം നോക്കിയിരിക്കാല. അയ്യോ അപ്പൊ ഫുഡൊന്നും ഇല്ലേ? ഫുഡ് ഇല്ലേന്നാ? ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസിന് വെജിറ്റബിൾസ്, വെജിന് വെജ്, നോൺ വെജിന് നോൺ വെജ്. സ്വന്തം ഫാമിലെ സ്പൈസസ് വെച്ച് എന്ത് വേണമെങ്കിൽ പോരെ. ഇത്ര പ്രീമിയം സെറ്റപ്പുള്ള റിസോർട്ട് ഇനി നിങ്ങൾക്ക് കിട്ടില്ല. വേറെ നിങ്ങളുടെ ഫ്രണ്ട്സിനെ വിളിച്ചോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം ഇവിടെ നമുക്ക് നിന്നാലോ? ഒന്ന് പോയടാ, എനിക്ക് എന്റെ വീട്ടിൽ പോകണം. ചേട്ടൻ പോവല്ലേ? അപ്പൊ നമ്മളെങ്ങനെ കല്യാണം കഴിക്കും? അതിനല്ലേ ഇവൻ. ഞങ്ങൾ പിന്നെ എന്തിനാ? ഞാൻ ഈ ചേട്ടൻ്റെ വീട് വിളിച്ചിട്ട് വന്ന് ഇവൻ എന്റെ ബെസ്റ്റി. നിങ്ങളെ വെസ്റ്റ് ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടാനാ, അതിനല്ലേ ഞാനും കൂടെ വന്നേ. നിങ്ങൾ എന്തൊക്കെയാ പറയണേ, തെളിച്ച് പറ. ചേട്ടൻ്റെ കുഞ്ഞാളിൽ മുതൽ ആഗ്രഹമാണ് എനിക്ക് ഒളിച്ചോടി കല്യാണം കഴിക്കണമെന്ന്. വീട്ടിൽ പറഞ്ഞ് നടക്കൂലല്ലോ, ഞാൻ ഈ ഒരു വഴിയുണ്ടല്ലോ. പ്ലീസ് ചേട്ടൻ, ഇതിനാണ്. നിനക്ക് ഭ്രാന്തണ്ടാ? ഞാൻ വീട്ടിൽ പറയാതെ കല്യാണം ഒന്നും കഴിക്കൊന്നുമില്ല. അതിന് വീട്ടിലറിഞ്ഞില്ലെന്ന് ആരാ പറഞ്ഞ? ഇപ്പൊ വീട്ടുകാർ നാട്ടുകാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ലെറ്റർ എഴുതി വെച്ചിട്ടാണ് ചേട്ടനോട് വിളിച്ചോടുന്ന കാര്യം. ബെസ്റ്റ്. അപ്പിന് നാട്ടിൽ കാലുകുത്താൻ പറ്റൂല. ഒരു കാര്യം നമുക്ക് ഇവിടെ അടിച്ചു വിളിക്കാം. ബാ ബെസ്റ്റി. ചേട്ടാ പ്ലീസ് ആ ബാഗ് കൊടുത്തു. നിനക്കൊരു ഭ്രാന്തണ്ടാ? വരാം.